ഈ സന്ദേശം ലോകത്തെ കീഴ്മേൽ മറിച്ച സന്ദേശമാണ്. ഇത് കാലത്തിലൂടെ യാത്ര ചെയ്ത് കാലം കണ്ട മഹത്തായ സന്ദേശമാണ് ഈ സുവിശേഷം എന്ന് പറയുന്നത്. ഈ സുവിശേഷത്തെ നശിപ്പിക്കാൻ വേണ്ടി വാളും രാജാക്കന്മാരും ചക്രവർത്തിമാരും നിരന്തരം അധ്വാനിച്ചിട്ടും അവയെല്ലാം പരാജയപ്പെടുത്തിക്കൊണ്ട് കാലത്തിലൂടെ യാത്ര ചെയ്ത കാലം കണ്ട സന്ദേശമാണ് ഈ സുവിശേഷം. ഈ സുവിശേഷത്തിന് ഒട്ടനവധി അവദാനങ്ങളുണ്ട് പ്രിയരെ. ഈ സുവിശേഷം എവിടെയെല്ലാം കടന്നു ചെന്നോ ആ ദേശത്തിലുള്ള ആളുകളെല്ലാം അന്ധകാരത്തിന്റെ ഇരുട്ടറയിൽ നിന്ന് വെളിച്ചത്തിലേക്ക് കടന്നു വന്നു. ഈ സുവിശേഷം എവിടെയെല്ലാം എത്തിയോ അവിടെയെല്ലാം മാറ്റത്തിന്റെ വലിയ വലിയ മാറ്റങ്ങളുടെ സൂചന കണ്ടു. ഈ സുവിശേഷം ചെന്ന ദേശങ്ങളിലൊക്കെ തന്നെ ദേശത്തിന് മാറ്റമുണ്ടായി. അന്ധകാരത്തിലും അജ്ഞതയിലും കഴിഞ്ഞിരുന്ന ജനത്തിന്റെ മേൽ വലിയ പ്രകാശമായി ഈ സുവിശേഷം മാറി എന്നുള്ളതാണ്. ആഫ്രിക്കയിലെ നരഭോജികളായ മനുഷ്യർ ഈ സുവിശേഷം കടന്നു ചെന്നപ്പോൾ അവർ മനുഷ്യ സ്നേഹികളായ ചരിത്രമാണ് ഈ സന്ദേശത്തിനുള്ളത്. ഈ സന്ദേശം ഈ ഭൂമിയുടെ ഏതെല്ലാം ഭൂഖണ്ഡങ്ങളിലേക്ക് കടന്നു ചെന്നോ ആ ഭൂഖണ്ഡങ്ങളിലെല്ലാം തന്നെ അത്യത്ഭുതകരമായ മാറ്റങ്ങളുണ്ടായി. ഈ സന്ദേശത്തെ പരിശോധിക്കാത്ത പണ്ഡിതന്മാരില്ല. ഈ സന്ദേശത്തെ വിമർശിക്കാത്ത വിമർശകന്മാരില്ല. എന്നാൽ ഈ വിമർശനങ്ങളെ മുഴുവൻ ഏറ്റുവാങ്ങിക്കൊണ്ട് ഇന്നും കാലത്തിലൂടെ യാത്ര ചെയ്യുന്ന കാലം കണ്ട മഹത്തായ സന്ദേശമാണ് ഈ സുവിശേഷം എന്ന് പറയുന്നത്. ഒട്ടനവധി അവദാനങ്ങൾ ഈ സുവിശേഷത്തെ കുറിച്ച് പറയാനുണ്ട്. ഞങ്ങൾ പ്രസംഗിക്കുന്ന ഈ സുവിശേഷത്തിന് ആധാരമായിട്ടുള്ള വിശുദ്ധ ഗ്രന്ഥം, ഈ വിശുദ്ധ ഗ്രന്ഥത്തെ ലോകത്തിൽ അറിയപ്പെടുന്നത് തിരുവെഴുത്തുകളെന്നാണ്. ലോകത്തിൽ എത്രയോ ലക്ഷക്കണക്കായ കോടിക്കണക്കിനായ പുസ്തകങ്ങൾ രചിക്കപ്പെട്ടിട്ടുണ്ട്. എന്നാൽ ലോകത്തിൽ ഇന്നോളം അറിയപ്പെടുന്ന തിരുവെഴുത്തുകൾ എന്ന് അറിയപ്പെടുന്ന ഒരേ ഒരു പുസ്തകമുണ്ടെങ്കിൽ ആ പുസ്തകമാണ് ഞങ്ങൾ പ്രസംഗിക്കുന്ന സുവിശേഷം എന്ന് പറയുന്ന വിശുദ്ധ ബൈബിൾ. ഈ പുസ്തകം എവിടെയെല്ലാം കടന്നു ചെന്നോ അവിടെയെല്ലാം മാറ്റങ്ങൾ ഉണ്ടായി എന്ന് ഞാൻ പറഞ്ഞു. 1600-ൽ പരം ഭാഷകളിലേക്ക് വിവർത്തനം ചെയ്യപ്പെട്ടിട്ടുള്ള ഏക ഗ്രന്ഥം ഈ വിശുദ്ധ ബൈബിൾ. ലോകത്തിൽ ഏറ്റവും കൂടുതൽ ആളുകൾ വായിച്ചിട്ടുള്ള ഗ്രന്ഥം ഈ വിശുദ്ധ ബൈബിൾ. അതിനെ നോക്കിയാൽ